ഗോഡ്സെയെ പ്രകീർത്തിച്ച പ്രൊഫസർ ഷൈജ ആണ്ടവനെ കോഴിക്കോട് NIT ഡീനാക്കി. പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായി ഷൈജ ആണ്ടവനെ നിയമിച്ച് ഉത്തരവിറങ്ങി. വകുപ്പ് മേധാവി പോലും ആകാത്ത ഷൈജയെ നിയമിച്ചത് സീനിയോറിറ്റി മറികടന്നാണ് എന്ന പരാതിയുമുണ്ട്. ഗോഡ്സെയെ പ്രകീർത്തിച്ച് FB പോസ്റ്റിട്ട കേസിൽ ജാമ്യത്തിൽ കഴിയുകയാണ് ഷൈജ ആണ്ടവൻ. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, ഗോഡ്സെയെ പുകഴ്ത്തിയതിന് ഇങ്ങനെയൊരു പദവി. തീർച്ചയായും കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് വളരെ വിവാദമായ ഒരു പോസ്റ്റ് ഈ NITയിലെ മെക്കാനിക്കൽ വിഭാഗത്തിലെ പ്രൊഫസറായ ഷൈജ ആണ്ടവൻ ഇടുന്നത്. പ്രൗഡ് ഓഫ് ഗോഡ്സെ ഫോർ സേവിങ് ഇന്ത്യയെ രക്ഷിച്ചതിന് ഗോഡ്സെയെക്കുറിച്ച് അഭിമാനമെന്നായിരുന്നു പോസ്റ്റ്. വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. തുടർന്ന് ഇവർക്കെതിരെ കേസെടുത്തു. ഇവരങ്ങനെ ജാമ്യത്തിലാണ് നിൽക്കുന്നത്. ഇവർക്കാണ് ഒരു പുതിയ പദവി NIT അധികൃതർ നൽകിയിരിക്കുന്നത്. പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് വിഭാഗത്തിലെ ഡീനായി ഷൈജ ആണ്ടവനെ നിയമിച്ചുകൊണ്ട് ഉത്തരവ് അല്പസമയം മുമ്പ് ഇറങ്ങിയിരിക്കുന്നു. അതായത് NITയുടെ വികസനവും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിൻ്റെ ഡീനായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. ഇതുവരെയും മെക്കാനിക്കൽ വിഭാഗത്തിലെ വകുപ്പ് മേധാവി പോലും ആയിട്ടില്ല. എന്നിരിക്കുകയാണ് ഒരു സുപ്രധാന പദവി സീനിയോറിറ്റി മറികടന്ന് നൽകുന്നത്. ഇത് NIT അധികൃതരുടെ RSS അനുകൂല നിലപാടിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ തന്നെ ഷൈജ ആണ്ടവനെതിരെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ പുതിയ സാഹചര്യത്തിൽ വീണ്ടും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യത NITയിൽ നിലനിൽക്കുന്നുണ്ട്. അമൃത. ശരി.